നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരെങ്കിലും കൂടെ വന്നാ പോരെ? നീ കൂടുതൽ വർത്താനം പറയണ്ട. നിന്നോട് വന്ന അഭിപ്രായം ചോദിച്ചത് എന്റെ തെറ്റ്. എന്ത് വേണമെന്നേ എനിക്കറിയാം. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. സന്ധ്യയും എന്നെപ്പോലെ കൺഫ്യൂസ്ഡ് ആയില്ലേ? ഞാൻ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം ഇല്ലെന്ന് എനിക്കറിയാം. പരീക്ഷണങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണമെന്ന് നമുക്ക് നല്ല പോലെ ഒന്നുകൂടി ആലോചിക്കാം, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല നന്ദ. ധനുഷിനെ പുറത്തിറക്കണം. അവനോടൊപ്പം സ്നേഹയെ വിടണോ വേണ്ടേന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. അവനെ നന്ദൻ ജാമ്യത്തിലിറക്കുമെന്ന് സ്നേഹയോട് പറയണം. അതോടെ അവൾ ആത്മഹത്യയെക്കുറിച്ച് മറന്നു തുടങ്ങും. അവൻ പുറത്തിറങ്ങിയതിനു ശേഷം അവന്റെ ഉദ്ദേശം എന്തെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കറിയാം, നന്ദൻ വന്ന് എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോഴും ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കണമെന്നും സ്നേഹയെ രക്ഷിക്കണമെന്നും നന്ദനെ ഏറെക്കുറെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. നന്ദന്റെ കുറ്റബോധം തന്നെയാണ് ആ കുടുംബത്തിനോടുള്ള നന്ദന്റെ സ്നേഹവും. ചിലപ്പോ ഇതറിയുന്നവർ നന്ദനെ കുറ്റപ്പെടുത്തിയെന്ന് വരും. അവസാനം എല്ലാം ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും നന്ദൻ ചെയ്തതാണ് ശരിയെന്ന്. ആ ബോധ്യത്തിൽ സ്നേഹയെ പഴയതുപോലെ നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും നന്ദന്റെ കൂടെ ഞാനുണ്ട്. അത് ഞാനും നന്ദനും തമ്മിലുള്ള ഇനിയും പേരിടാനാവാത്ത ബന്ധം കൊണ്ട് മാത്രമല്ല, നെല്ലിശ്ശേരി എന്ന കുടുംബത്തിനെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നന്ദൻ അമിതമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി ഉണ്ടെങ്കിൽ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്കറിയാം. എന്റെ ഇക്കയെ കൊന്നയാളെ ഉടനെ ഞാൻ കാണും. ആ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് ഡോക്ടർ സന്ധ്യ ഒരു കൊലപാതക എന്ന പേര് സ്വീകരിച്ചാവും. അങ്ങനൊരു പേര് ഞാനായിട്ടുണ്ടാക്കിയെടുക്കുമ്പോ ഒരു ബന്ധത്തിന്റെയും ഭാരം എന്റെ ചുമലിലുണ്ടാവരുത്. അത് എന്റെ ധൈര്യം ചോർത്തിയെന്ന് വരും. അതുകൊണ്ടാ സന്ധ്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയവനോട് ക്ഷമിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആ കണക്ക് തീർക്കുമ്പോ ഈ ഞാനും കാണും സന്ധ്യയുടെ കൂടെ. കാത്തിരിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നതിനപ്പുറം തന്നെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരാൾ എന്നൊരു പരിഗണന മാത്രം സന്ധ്യ എനിക്ക് തന്നാ മതി. ജീവപര്യന്തം എന്നൊരു വിധിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഞാൻ സന്ധ്യയെ. എന്റെ പണവും സ്വാധീനവും മുഴുവനും ഞാൻ അതിനായി വിനിയോഗിച്ചിട്ടും എന്നെക്കൊണ്ട് അതിന് പറ്റാതെ വന്ന കാത്തിരിക്കും ഞാൻ. എത്ര വർഷം വേണമെങ്കിലും. അതിനുള്ള അനുവാദം മാത്രം സന്ധ്യ എനിക്ക് നിഷേധിക്കരുത്. നാളെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. രാവിലെ റെഡി ആവണം. ഫസ്റ്റ് വാക്സിൻ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്താൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. ഞാൻ രാവിലെ റെഡിയാവാം. ഞാൻ ഈ കാര്യം ഏട്ടത്തിയോടും കൂടി പറഞ്ഞിട്ട് വരാം. എന്തിന്? നമ്മൾ നമ്മുടെ മോളെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതിന് ചേച്ചോട് എന്തിനാ പറയുന്നേ? ഏട്ടത്തി കൂടി വന്നാലേ ശരിയാവും. എന്ത് ശരിയാവുള്ളൂ ഈ പറയുന്നേ? അതിരെ പറയുന്ന കേക്ക്. കുഞ്ഞവിടെ കിടന്ന് കരഞ്ഞ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഏട്ടത്തിയും കൂടെ കൊണ്ടുപോകാം. നാളെ അവിടെ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല വരുന്നത്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. അവരൊക്കെ ചിലപ്പോ കരഞ്ഞൊന്നും വരും എന്ന് കരുതി
എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാരും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ വല്യമ്മമാരെയും കൊണ്ടാണോ ഹോസ്പിറ്റലിൽ വരുന്നത്? എന്റെ കുഞ്ഞിനി കരഞ്ഞാലും എന്ത് വേണോന്ന് എനിക്കറിയാം. നീ എന്തിനെത്ര വാശി കാണിക്കുന്നത്? ഇപ്പോ എഴുതി കൂടി വന്ന എന്താ കുഴപ്പം? അവരും കൂടി വരണോന്ന് സന്ദീപ് എന്തിനാ എത്ര നിർബന്ധം പിടിക്കുന്നത്? നാളെ നമ്മുടെ മോളെ കൊണ്ട് നമ്മൾ മാത്രം പോവും, മറ്റാരും വരണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. നോക്ക്, ആദ്യമായിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പോ അവിടെ എങ്ങനെയാണെന്നോ എത്ര സമയം എടുക്കുമെന്നോ നമുക്ക് അറിയില്ല. ആ, എന്റെ ചേച്ചിക്ക് അതൊക്കെ പിന്നെ കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം ആ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സ് ആയിരുന്നല്ലോ പണ്ട്, അല്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തന്നെയാ സന്ദീപ് എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ ഇത് കാര്യങ്ങളും വന്ന് പഠിപ്പിച്ചു തരുമോ? ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഒറ്റ പ്രാവശ്യത്തേക്ക്, നാളെ ആദ്യം ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് അമ്മയോടൊപ്പം വല്യമ്മയും കൂടെ വന്നോട്ടെ. ഇത് സന്ദീപ് നിർബന്ധം പിടിച്ചോണ്ട് മാത്രം കേട്ടോ. മതി, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം മതി. പാവം ഏട്ടത്തിക്ക് അത് സന്തോഷാവും. ഞാനെന്നാ അർച്ചന അടുത്തൊരു വിവരം പറഞ്ഞിട്ട് വരാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, അപ്പൊ പറയണ്ടേ? ഏട്ടത്തി രാവിലെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ? ആ കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാൻ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചിയെ കൊണ്ടുവന്ന കാര്യമല്ല, അവളുടെ മൂത്ത വല്യമ്മയായ അവന്തികേട്ടത്തെ കൊണ്ടുവന്ന കാര്യ. ഞാൻ പറഞ്ഞത് സന്ദീപ് തെറ്റിദ്ധരിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും കൂടെ വന്നാ പോരെ? ദേ, നീ കൂടുതൽ വർത്താനം പറയണ്ട. നിന്നോട് വന്ന അഭിപ്രായം ചോദിച്ചത് എന്റെ തെറ്റ്. ദേ, എന്ത് വേണമെന്നേ എനിക്കറിയാം. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. നാളെ നമ്മളോടൊപ്പം ഏട്ടത്തി ഉണ്ടാവും. ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വരണ്ട. ഞാനും ഏട്ടത്തിയും കൂടെ പൊയ്ക്കോളാം. സന്ദീപ്, ഏട്ടത്തി, ഏട്ടത്തി, ആ ഏട്ടത്തി, നാളെ കുഞ്ഞിന് ഫസ്റ്റ് വാക്സിൻ കൊടുക്കേണ്ട ദിവസമാണ്. അന്നത്തെ പോലെ കുഞ്ഞ് കരയോ മറ്റോ ചെയ്താ ആതിരെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ ഏട്ടത്തിയും കൂടെ ഞങ്ങളോട് ഹോസ്പിറ്റലിലേക്ക് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.